ഹായ് എവരി വൺ. ഓരോ ദിവസവും രാവിലെ എണീറ്റ് ആദ്യത്തെ പരിപാടി എന്താണെന്ന് അറിയണ്ടേ? കാണിച്ചു തരാമേ. നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിസായിരിക്കും. എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കൃഷി ഉണ്ടെങ്കിൽ അതിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കൃഷിയല്ല കേട്ടോ, ഇപ്പോൾ കുറേ ഗപ്പീസ് ഉണ്ട്, പിന്നെ മോളീസ് ഉണ്ട്, പിന്നെ അവർ ബ്രീഡായിട്ടുള്ള അവരുടെ കുറേ കുഞ്ഞുങ്ങളുണ്ട്. ഓക്കെ, ഞാൻ കാണിച്ചു തരാമേ. ഗപ്പീസിനെ ഞാൻ വളർത്താൻ വേണ്ടിയിട്ട് ഞാനൊരു താമര പോണ്ട് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കൊതുക് ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 2 ഗപ്പീസിനെ കൊണ്ട് ഇട്ടതാണ്. അത് പെറ്റ് പെരുകി പിന്നെ ഓരോ പോണ്ടിലേക്ക് ഓരോന്നിനെ മാറ്റി ഇടുകയാണ് ഉണ്ടായത്. ഇത് വിഡോ ടെട്രയാണ്. ഇത് മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇതിനകത്താണ് ഞാൻ പറഞ്ഞ ഗപ്പീസ് ഉള്ളത്. ഇത് 2-3 മാസം കൊണ്ടിട്ട് ഉണ്ടായതാണ് കേട്ടോ. ഇത്രയും ഞാൻ ഇതുങ്ങളെ വളർത്താം എന്ന ഉദ്ദേശത്തിൽ തുടങ്ങിയതല്ല കേട്ടോ. ജസ്റ്റ് താമര പോണ്ടിൽ കൊതുക് വളരാതിരിക്കാൻ വേണ്ടിയിട്ട് 2-3 ഗപ്പീസിനെ ആഡ് ചെയ്ത് കൊടുത്തതാണ്. അതിൽ നിന്ന് ധാരാളം കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ടേ. ഞാനിപ്പോൾ 2 ഫ്രിഡ്ജ് ബോക്സിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാവേ. ഇതവരുടെ പെല്ലറ്റ് ഫീഡാണ്. നോക്കി, കാണാൻ തന്നെ വളരെ അട്രാക്റ്റീവ് അല്ലേ? രാവിലെ എണീറ്റിട്ട് മോർണിംഗ് വൈബിൽ ഇവർക്ക് ഫീഡ് ചെയ്യാം. അതൊരു പ്രത്യേക ഫീലാട്ടോ, കാണാനും നല്ല രസമാണ്. ഇവിടെ ഞാൻ ഫ്രിഡ്ജ് ബോക്സിൽ ഇതിന് മുന്നേ ഫിഷസിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അത് ഫെയിലായിപ്പോയി. ഇത് ഗപ്പീസ് മാത്രമാണ് കുഴപ്പമില്ല കേട്ടോ. ഗപ്പീസിന് മാത്രമാകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ തന്നെ ഗ്രോത്ത് ഉണ്ട്. വെള്ളമൊന്നും നമുക്ക് പെട്ടെന്ന് മാറേണ്ടി വരത്തില്ല. ഇത് മോളീസിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇത് കണ്ടോ, മൈക്രോ പെല്ലറ്റാണ് അവർക്ക് കൊടുക്കുന്നത്. ഗപ്പീസിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ മൈക്രോ പെല്ലറ്റാണ് കൊടുക്കുന്നത്. പിന്നെ ഇവർക്ക് ലൈഫ് ഫുഡ് വളരെ ഇഷ്ടമാണ് കേട്ടോ. ലൈഫ് ഫുഡായിട്ട് ഞാൻ കൊടുക്കുന്നത് മൊയിനയാണ്. എല്ലാ ദിവസവും മോർണിംഗിൽ തന്നെ മൊയിനയും കൊടുക്കും. ഇവരാണ് എൻ്റെ വീട്ടിലെ കൃഷിയൊക്കെ നശിപ്പിക്കുന്ന മെയിൻ ആൾക്കാർ. പുള്ളിക്കാരി മുട്ടയിടാനുള്ള തന്ത്രപ്പാടിലാണ്. മുട്ട ഇടുന്നത് നോക്കി നിന്നില്ലെങ്കിൽ കാക്ക എടുത്തുകൊണ്ട് പോകും. ഞാനൊരു കാര്യം കാണിച്ചു തരാം. നോക്കി, ഒളിഞ്ഞു നോക്കണ കണ്ട. മുട്ട ഇട്ടിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ അവരതങ്ങ് കൊണ്ടുപോകും. പിന്നെ ഞാനെൻ്റെ താമരക്കുളം കാണിച്ചു തരാം. ഇതാണ്. ഇതിനകത്ത് കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഗപ്പീസിൻ്റെ ബ്രീഡായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഇതിനകത്താണ് മോളി കിടക്കുന്നത്. മോളിനെ കാണാൻ പറ്റുന്നില്ല. 3-4 മോളിയുണ്ട്. ഇവരുടെ കുഞ്ഞുങ്ങളാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ആക്ച്വലി ഇതിലിടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഗപ്പീസിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതാണ് ഇത്രയും പെറ്റ് പെരുകിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ കൊച്ചു വീട്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ.